പുതുവത്സരാഘോഷം UAE-യിൽ വിപുലമായ പരിപാടികൾ. ദുബായിൽ ബുർജ് പാർക്ക്, ഗ്ലോബൽ വില്ലേജ്, ദുബായ് ഫെസ്റ്റിവൽ സിറ്റി, അൽസിഫ്, ബ്ലൂ വാട്ടേഴ്സ് ആൻഡ് ദി ബീച്ച്, JBR, അത്ത എന്നിവയുൾപ്പെടെ 36 ഇടങ്ങളിലായി 45-ലധികം കരിമരുന്ന് പ്രദർശനങ്ങളാണ് നടക്കുന്നത്. സന്ദർശകർ സുരക്ഷാ നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും നിരോധിത മേഖലകളിലേക്ക് കടന്നുകയറാൻ ശ്രമിക്കരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പുതുവർഷത്തെ വരവേൽക്കാൻ 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന റെക്കോർഡ് കരിമരുന്ന് പ്രയോഗങ്ങളാണ് റാസൽ ഖൈമയിൽ നടക്കുന്നത്. പുതുവത്സരാവധി ദുബായ് വിമാനത്താവളത്തിൽ റെക്കോർഡ് തിരക്ക്. അഭൂതപൂർവമായ തിരക്ക് കണക്കിലെടുത്ത് യാത്രക്കാർക്കായി സ്മാർട്ട് ഐ ഡിക്ലെയർ എന്ന ആപ്പും കസ്റ്റംസ് അവതരിപ്പിച്ചിട്ടുണ്ട്. വെറും 4 മിനിറ്റിനുള്ളിൽ റെഡ് ചാനൽ വഴി കസ്റ്റംസ് ക്ലിയറൻസ് സാധ്യമാക്കുന്ന നൂതന സംവിധാനമാണ് ഇത്. ഇതുവഴി യാത്രക്കാർക്ക് അവരുടെ ലഗേജുകളിലെ വസ്തുക്കൾ കൊണ്ടുപോകുന്ന കറൻസികൾ എന്നിവ മുൻകൂട്ടി വെളിപ്പെടുത്താനുള്ള അവസരമുണ്ട്. തിരക്ക് പരിഗണിച്ച് വിമാനത്താവളത്തിൽ പരിശോധകരുടെ എണ്ണം വർദ്ധിപ്പിച്ചതായും അധികൃതർ അറിയിച്ചു. 30ാമത് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റ് വരുന്ന വ്യാഴാഴ്ച മെഗാ സെയിൽ 90% വരെ വിലക്കിഴിവ്. 100-ലധികം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളാണ് വരുന്ന വ്യാഴാഴ്ച നടക്കുന്ന 12 മണിക്കൂർ മെഗാ വിൽപ്പനയിൽ 90% വരെ വിലക്കുറവിൽ ലഭിക്കുന്നത്. മാൾ ഓഫ് എമിറേറ്റ്സ്, സിറ്റി സെന്റർ മിർദിഫ്, സിറ്റി സെന്റർ ദേര എന്നിവയുൾപ്പെടെ മാജിദ് അൽഫുതൈമിന്റെ എല്ലാ മാളുകളിലും വരുന്ന വ്യാഴാഴ്ച രാവിലെ 10 മുതൽ രാത്രി 10 വരെയാണ് മെഗാ വിൽപ്പന നടക്കുന്നത്. ഈ മാസം 26 മുതൽ വരുന്ന ഫെബ്രുവരി 2 വരെയാണ് DSF നടക്കുന്നത്. ഈ അവസരത്തിൽ നിരവധി സമ്മാനങ്ങളും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നതായി ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റുകൾ അറിയിച്ചു. തെക്ക് കിഴക്കൻ ന്യൂനമർദ്ദം UAE-യിൽ പരക്കെ മഴയ്ക്ക് സാധ്യത. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ കിഴക്ക്, തെക്ക്, വടക്കൻ ഭാഗങ്ങളിൽ ഇന്നു മുതൽ വരുന്ന വ്യാഴാഴ്ച വരെയാണ് മഴ പ്രതീക്ഷിക്കുന്നത്. ആകാശം മേഘാവൃതമായിരിക്കും. ദുബായിൽ നടക്കുന്ന 11ാമത് എമിറേറ്റ്സ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിൽ മലയാളി തിളക്കം. ഇതിൽ ബബിൾഗം ദുബായ് ഒരുക്കിയ ഹ്രസ്വ സിനിമയും തെരഞ്ഞെടുക്കപ്പെട്ടു. വെബ് സീരീസ് എന്ന സ്പെഷ്യൽ കാറ്റഗറി വിഭാഗത്തിലാണ് ബബിൾഗം ദുബായിയുടെ വിടമാട്ടൻ എന്ന ഹ്രസ്വ സിനിമ ഉൾപ്പെടുത്തിയത്. 37 വർഷമായി ദുബായിൽ പ്രവാസിയായി കഴിയുന്ന പോൾസൺ പാവറട്ടിയാണ് ഇതിന്റെ തിരക്കഥാകൃത്തും സംവിധായകനും. സുന്നി പ്രസ്ഥാനങ്ങളുടെ സഹകാരിയും ജീവകാരുണ്യ രംഗങ്ങളിൽ സജീവവുമായ സൗദി അറേബ്യയിലെ ഗാമൺ ഗ്രൂപ്പ് MD ഷെയ്ഖ് റഫീഖിന്റെ മാതാവ് നട്ടഞ്ചാലിൽ ഫാത്തിമ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. പരേതരായ ഹമീദാണ് ഭർത്താവ്. മക്കൾ സഫറു, റുഖിയ, ബഷീർ, ഷെയ്ഖ് റഫീഖ്. മരുമക്കൾ കബീർ, ഡോക്ടർ ഖാദിയ. ഖബറടക്കം എരവന്നൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ദുബായിൽ അന്തരിച്ച തണ്ടയാൻ ഹബിദ അരുണിന്റെ മൃതദേഹം നിയമ നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോയി. 47 വയസ്സായിരുന്നു. കൂത്തുപറമ്പ് രക്തസാക്ഷി KV റോഷന്റെ പെങ്ങളുടെ ഭർത്താവാണ്. അറേബ്യൻ ഗൾഫ് കപ്പ് നാളെ വൈകുന്നേരം 6:25 ഒമാൻ ഖത്തറുമായും രാത്രി 9:30 UAE കുവൈറ്റുമായും ഏറ്റുമുട്ടും. പോയിന്റ് പട്ടികയിൽ ഗ്രൂപ്പ് എയിലെ എല്ലാ ടീമുകളും 1 പോയിന്റ് വീതം നേടി ഒപ്പത്തിനൊപ്പമാണ്. ഗ്രൂപ്പ് ബിയിൽ 3 വീതം പോയിന്റ് നേടി ബഹ്റൈനും ഇറാഖുമാണ് മുൻനിരയിൽ.